നമ്മൾ ശ്രീനഗരത്തിരിക്കുന്നു. കണ്ട, ഇവിടെ ഒന്നും കാണാൻ വയ്യ, മൊത്തം മഞ്ഞ്. അത് മാത്രമല്ല, വായന്ന് ഒരു ലോഡ് പുകയും പോകണം സംസാരിക്കുമ്പോ. അപ്പൊ ഇനി നമ്മള് ഇവിടുന്ന് നേരെ ബസ് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. നേരെ നമ്മളുടെ റൂമിലേക്ക് പോയിട്ട് നമുക്ക് കാണാം. ഒടുക്കത്തെ മഞ്ഞാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ വന്നതിന്റെ ഐശ്വര്യമാണോ എന്നറിയില്ല, ഭയങ്കര മഞ്ഞ്, ഫോഗ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ ദാൽ ലേക്കിലേക്ക് വിടുവാണ്. അവിടെ പോയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഈ കാണുന്നതാണ് ദാൽ ലേക്ക്. പക്ഷേ വിഷൻ ബ്ലോക്ക് ആയത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ഷിക്കാരാസൊക്കെ അടുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ദാൽ ലേക്കാണ്. നമ്മൾ ഷിക്കാരയിൽ കയറാൻ പോവാണ് ഗൈസ്. തണുപ്പ് കാരണം സംസാരമൊന്നും വരുന്നില്ല. ഷിക്കാര കയറിയിട്ട് അതിൻ്റെ അവിടെയാണ്, ഉള്ളിലാണ് ഹൗസ് ബോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പോവാണ്. റോഡി Five bag only here. Huh? Bags and 5 bags. 5 bags. Yeah. How you guys are living here? Indian houseboat. Mohanlal ka shoot happened here. You got Shikari Pomot. Marwara Amsterdam. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാൾ. അപ്പൊ ഹാളിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് അവർ പറയുന്നത്. ഓൾറെഡി അവരുടെ ഒരു ക്ലയൻറ്റ്, മുംബൈയിലുള്ള ഒരു ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. അവർ 8 മണിക്ക് വെക്കേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം തരാം എന്നാണ് പറഞ്ഞത്. സോ നമ്മളിത് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോവാണ്. കൈയൊക്കെ മരവിച്ചു ഗൈസ്. കുറച്ച് ചൂട് കൊള്ളാൻ പോവാണ്. മനസ്സിലായില്ലേ, കാശ്മീരിലുള്ള ആൾക്കാരെന്താ നല്ല ചുമന്നിരിക്കുന്നത്. നോക്ക്, ഇത്ര നേരം കൈ പുറത്തിരുന്നപ്പോ തന്നെ ചുമന്ന് പോയി. എന്റെ കൈയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കുറെ നേരമായി കണ്ടോ ചുക്കി ചുളുങ്ങിയിരിക്കുന്ന. ഗ്ലൗസ് വരണ വഴിക്ക് ശിക്കാരെന്ന് വെള്ളത്തിൽ വീണ് നമ്മള് ചൂടാക്കാൻ പോവാ. നോക്ക്, എന്റെ ഫോണിന്റെ ചാർജ് കണ്ടോ, പൂ വിൽക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. ആദ്യം അതിന്റെ സീഡ് കിട്ടും, സീഡും കിട്ടും. ബ്ലൂ റോസ്, ബ്ലാക്ക് റോസ്, ജാസ്മിൻ, ബോൺസായി. ഓക്കെ ശരി. അപ്പൊ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞ അവര് 9:10 ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കഴിഞ്ഞു. നമുക്കത് ഇവിടെ നോക്കട്ടെ. പോഹ
അത് കഴിഞ്ഞ് ബ്രെഡ് ഉണ്ട്, പിന്നെ ഓംപ്ലേറ്റ് ഉണ്ട്, നല്ല അച്ചാറാന്ന് തോന്നുന്നു, അച്ചാറുണ്ട്, ബട്ടർ ഉണ്ട്, നല്ല ചായ, ചൂട് ചായ ഉണ്ട് കേട്ടോ. ഞങ്ങളത് ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. വിശപ്പുണ്ട്, പക്ഷെ അറിയുന്നില്ല അല്ലേട്ടാ. ഇവിടെ അങ്ങോട്ട് മരവിച്ച അവസ്ഥ. പിന്നെ കയ്യിലൊക്കെ ക്രീമൊക്കെ ഇട്ടിട്ടിരിക്കുക, പൊട്ടാറായ അവസ്ഥയിലാണ് കൈയൊക്കെ. നല്ല പെയിൻ എടുക്കുന്നുണ്ട്, നല്ല പെയിൻ ആണ്. നമ്മളിപ്പോ ഇതൊന്നും അറിയില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴായിരിക്കും മുറിഞ്ഞതിന്റെ ഒക്കെ വേദന അറിയാൻ പോകുന്നത്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അംഗത്തിലേക്ക് കിടന്നാലോ? യെസ്, കം ഓൺ. നമ്മൾ നമ്മളുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്. സോ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് ഷിക്കാരയിൽ കയറി റോഡിലെത്തി. ഇവിടുന്ന് നമ്മളുടെ ടവേറ ചേട്ടന്റെ വണ്ടിയിൽ നമ്മൾ നേരെ സോൻമാർഗിലേക്ക് പോകുന്നു. ഗൈസ്, നമ്മളിത് അങ്ങനെ സോൻമാർഗിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ചായ കുടിക്കാനൊന്ന് കേറി. നല്ല അടിപൊളി സ്ഥലം കണ്ടോ, ഒരു രക്ഷയില്ല. അപ്പുറത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ മല, മഞ്ഞുമല എല്ലാം കാണുന്നുണ്ട്. സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ല. നമുക്കിനി അങ്ങോട്ട് പോവാം. അവരോടെ മീരയും റോണിയൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളത്തിന്റെ അങ്ങോട്ട് ഇറങ്ങി. സോ നമ്മളും പോയി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഫോട്ടോഷൂട്ട് അവിടെ തുടങ്ങി കഴിഞ്ഞു. കണ്ടോ, അടിപൊളി സ്ഥലം. ഇവിടെ ഫോട്ടോ സെക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിലധികം ഫോട്ടോസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ചായ കുടിക്കുന്നു. ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ ആണ് സോൻമാർഗിലേക്കുള്ളത്. അപ്പൊ നേരെ നമ്മൾ സോൻമാർഗിൽ പോകുന്നു, ചില്ല് ചെയ്യുന്നു.
സോൻമാർഗ് എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മൾ സോൻമാർഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചേട്ടൻ നല്ല ഗ്രില്ല് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് താങ്ങുമല്ലേ ഇത്? പാവം സോറി പറഞ്ഞു. അയ്യോ, ഇവ എവിടെ പോണ്? എടാ ആത്മഹത്യ അല്ലടാ. എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് മഞ്ഞ് കൈകൊണ്ട് എടുക്കണം എന്നുള്ളത്. ഓക്കെ, മഞ്ഞ് എടുക്കാൻ പോവാണ് ഗായ്സ്. എടുക്കാൻ പറ്റൂല, ഐസ് കട്ടായിട്ടാണ് ഇരിക്കുന്നത്. മഞ്ഞ് ഉറച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെ നമ്മളുടെ പോണി റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. പോണി റൈഡ്, നമ്മുടെ ഗുഡ് എയർ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടിപൊളി കുതിരകളായിരുന്നു. എന്റെ സൂരജും അമ്മുക്കുട്ടന്റെ സൽമാൻ. നമ്മളിതേ ആ കാണുന്ന മലയുടെ മേളിലാണ് പോയത്. മലയുടെ മേളിലല്ല, മലയുടെ താഴെ പോയിട്ട് നമ്മള് മഞ്ഞൊക്കെ എടുത്ത് കളിച്ചു, ഐസ് ഒക്കെ എടുത്ത് കളിച്ചു. ശരിക്കും ഇവിടെ വന്ന സമയത്ത് ഇത്രയും സ്നോ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കൂടിയിട്ടുണ്ട് കണ്ടോ, നല്ലോണം കൂടിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ നല്ല ദൂരമുണ്ട്. നമ്മുടെ ഗുഡയിൽ ഇരുന്ന് 1 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. നമ്മൾ അവിടെ മേളിൽ നിൽക്കുന്ന സമയത്ത് ഒരാള് കുതിരയായിട്ട് വീണു താഴെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുതിരകൾ സൂപ്പറാണ്. നമ്മൾ അവർക്ക് താങ്ക്സ് പറയുന്നു. നമ്മളതിനെ സ്നേഹിച്ച് കൊണ്ടുപോകണം. നമ്മളെ കൊണ്ടുപോയ ചേട്ടന്മാർക്ക് താങ്ക്സ് പറയുന്നു. ഇനി ഇത് നമ്മള് റൂമിലേക്കാണ് പോകുന്നത് അല്ലേ? ഇനി നമ്മൾ റൂമിലേക്കാണ്. ഇന്നത്തെ നമ്മളുടെ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ സോൻമാർഗ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ റൂമിലേക്ക് ഇനി എത്ര നേരം ഉണ്ടാവും? 3 മണിക്കൂർ. 3 മണിക്കൂർ. അപ്പൊ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഗായ്സ്. അതിനു മുന്നേ ആയിട്ട് നമുക്ക് ചെറിയ വിഷമം, അവർക്ക് നല്ല സന്തോഷം വരുന്ന കാര്യമാണ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കാൻ പോവാണ്. ഇതിന്റെ ഈ റൈഡിന് ആക്ച്വലി ആൾക്ക് 3000 ആണ് അവർ പറയുന്നത്. യെസ്. അപ്പൊ അങ്ങനെ 4 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കുറച്ച് പോണി റൈഡ് എക്സ്പീരിയൻസ്. നമ്മൾ എത്ര കുറച്ച്? നമ്മൾ 2500 മേളിലേക്ക് പോയി പെർ ഹെഡ്. അപ്പൊ അങ്ങനെ 10,000 രൂപ പൊട്ടി ഗൈസ്. 10,000 രൂപ പൊട്ടി. ബട്ട്
നമ്മൾ ഹാപ്പിയാണ്. ഇതൊരു എക്സ്പീരിയൻസ് ലൈഫ് ടൈമിൽ വേറെ ഒരിടത്തും കിട്ടില്ല. ഒരിക്കലും നമ്മൾ മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ. ഉറപ്പായിട്ടും. നമ്മളങ്ങനെ സോൻ മാർഗിലൊക്കെ പോയി വന്നപ്പോഴത്തേനും ഇവിടെ നമ്മുടെ പയ്യൻ ഡിന്നർ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഡിന്നർ എന്ന് നമുക്ക് നോക്കാം. അവൻ പറയുന്ന എന്തോ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഉണ്ടെന്നാണ്. ഇതിനകത്ത് സർപ്രൈസ് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ അവനെടുത്തിട്ട് ഇടിക്കും. ഇത് പറയണ അവന് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. സാലഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്. മൂന്ന് ഓപ്പൺ ചെയ്യാം, ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ചോറ്, കോളിഫ്ലവർ, ദാല്. ഇതെന്താ? Just a minute. എന്തെങ്കിലും കാണണേ. ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു. Welcome, sister. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കഴിക്കാം. ഓക്കെ. ഇവന് സർപ്രൈസ് എന്താണെന്ന് അറിയോ പറഞ്ഞത്? ചോറ് ഇതാ ഇവന്റെ ഫേവറേറ്റ് ആണെന്ന് അറിയാം ചോറ്. അപ്പൊ അതുകൊണ്ട് ഇവന് സർപ്രൈസ് കൊടുത്തതാണ്. അല്ല, അത് മാത്രമല്ല, ചിക്കൻ വേണമെന്ന് കൊറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ചിക്കൻ കറി അവനത് ജ്ഞാന ദൃഷ്ടിയിൽ കണ്ട് ഉണ്ടാക്കിയതാണ്. അല്ല, അത് മാത്രമല്ല, ഇവര് വിചാരിച്ചിട്ടുണ്ടാവുക നമ്മൾ കേരളയിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ട് ചോറ് നമുക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇവർക്ക് അറിയില്ല നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ച് ഇവിടത്തെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഇത് കാശ്മീരി റൈസ് ആണ്. കാശ്മീരി റൈസ്, കേരള റൈസ് അല്ല. അപ്പൊ നമുക്ക് ഡിന്നറിലേക്ക് കിടന്നാലോ ഗൈസ്? യേ